ചാപ്റ്റർ 6 ഒരു ഡാറ്റയിൽ തന്നിട്ടുള്ള വാല്യൂസുകൾ തമ്മിൽ വേരിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ പഠിക്കുന്നതെന്ന് പറഞ്ഞു. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ ഫസ്റ്റ് വൺ റേഞ്ച് ആണ്. റേഞ്ച് ലോവസ്റ്റ് വാല്യൂവിനെയും ഹയസ്റ്റ് വാല്യൂവിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു മെഷർമെന്റ് എടുത്തു, ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷനില് തേർഡ് ക്വാർട്ടൈലിനെയും ഫസ്റ്റ് ക്വാർട്ടൈലിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു മെഷർമെന്റ് വന്നു, മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷനിലുള്ള ഡ്രോബാക്ക് നെഗറ്റീവ് വാല്യൂ വന്നാലും അതിനെ പോസിറ്റീവായി പരിഗണിക്കണം. മോഡുലസ് സിമ്പിൾ ഉണ്ട്. മീൻ ഡീവിയേഷനും പോരായ്മകൾ ഉള്ളതുകൊണ്ട് അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മെഷർമെന്റ് വേണം. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ പിയേഴ്സൺ. ഒരു ഡാറ്റയിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വില കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറവ് വന്നാൽ അതിനർത്ഥം ആ ഡാറ്റയിലെ വിലകൾ തമ്മിൽ ഹൈ ഡിഗ്രി ഓഫ് യൂണിഫോമിറ്റി ഉണ്ട് എന്നതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഡെഫിനിഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫ്രം ദ അരിഥമെറ്റിക് മീൻ. It is denoted by the Greek letter sigma. It cannot be negative. It is the best measure of dispersion. Standard deviation represent ചെയ്യാനുള്ള സിമ്പല് ഗ്രീക്ക് ലെറ്റർ സിഗ്മയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഇനി ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പ്രോപ്പർട്ടീസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ മിനിമം വാല്യൂ 0 ആയിരിക്കും. Second property, the sum of square deviation is minimum when taken about mean. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പോയിന്റ് കൂടെ പറയട്ടെ. ഇത് എന്താ വായിക്കുക? എ. ഇതെന്താ വായിക്കുക? എ. ഇവ രണ്ടും ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ്. ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് എഴുതിയ ലെറ്റർ എ ക്യാപിറ്റൽ ലെറ്ററും സെക്കൻഡ് എഴുതിയ എ സ്മോൾ ലെറ്ററുമാണ്. അതുപോലെ ഗ്രീക്ക് ആൽഫബറ്റ്സിൽ ക്യാപിറ്റൽ ലെറ്റർ സിഗ്മയാണ് ദിസ് വൺ, സ്മോൾ ലെറ്റർ സിഗ്മയാണ് ഇത്. ഈ സിഗ്മ യൂസ് ചെയ്യുന്നത് സമ്മ് ടോട്ടൽ എന്നുള്ള നൊട്ടേഷന് വേണ്ടിയിട്ടാണ് ഈ സിഗ്മ യൂസ് ചെയ്യുക. സെക്കൻഡ് സിഗ്മ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സിഗ്മയാണ്. പിന്നെ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ സമ്മേഷൻ ചെയ്യുമ്പോഴും നമ്മൾ സിഗ്മ എന്ന് പറയും, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സിഗ്മ എന്ന് പറയും. അന്നേരം അന്തം വിടേണ്ട കാര്യമില്ല. കൂട്ടുക എന്നുള്ള അർത്ഥത്തിലാണ് ആദ്യത്തെ സിഗ്മ, ഇത് ക്യാപിറ്റൽ ആണ്. സെക്കൻഡ് സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെയാണ്. ഓക്കെ, ക്ലിയർ? ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേഷൻ നോക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റോ ഡാറ്റയിൽ എങ്ങനെയാണ്, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടൈപ്പ് എങ്ങനെയാണ്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടൈപ്പ് എങ്ങനെയാണ്. എൻ ഒബ്സർവേഷൻ ഉള്ള ഒരു ഡാറ്റയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഈ കാണുന്നത്. ഈ ഫോർമുലനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലും എഴുതാം. ഇപ്പോൾ നോക്കൂ, റോ ഡാറ്റ വരുമ്പോൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രീവിയസ് ഇയറില് നടന്ന എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. മാർച്ച് 2016 എ കൺസ്യൂമർ ബ്യൂറോ ഹാസ് കണ്ടക്ടഡ് എ സർവേ ഓഫ് കേബിൾ ടെലിവിഷൻ പ്രൊവൈഡ്സ് ഇൻ എ സിറ്റി. ഹിയർ ആർ ദ നമ്പേഴ്സ് ഓഫ് ചാനൽ ദേ ഓഫർ. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നോക്കൂ, ഡാറ്റ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. 10 ഒബ്സർവേഷൻസ് ഉള്ള ഒരു ഡാറ്റയാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അതായത് റോ ഡാറ്റയാണ് തന്നിരിക്കുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ദിസ് വൺ. സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ്
സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ, ഇങ്ങനെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല എഴുതാം. അപ്പൊ നോക്കൂ, ഇതില് എക്സ് സ്ക്വയർ എന്നുണ്ട്. എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ ഓരോ എക്സ് വാല്യൂവിന്റെയും സ്ക്വയർ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് 132നെ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യണം? 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സ് സ്ക്വയർ എന്നൊരു കോളം കൺസ്ട്രക്ട് ചെയ്യണു. 132നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 17,424. Then 128നെ 2 times മൾട്ടിപ്ലൈ ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 16,384. 131നെ 2 times മൾട്ടിപ്ലൈ ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 17,161. ഇതുപോലെ ബാക്കി എല്ലാ വാല്യൂസിനെയും സ്ക്വയർ കണ്ടുപിടിക്കണം. എന്നതിന് ശേഷം ടോട്ടൽ ചെയ്യണം. എക്സ് സ്ക്വയർ എന്നുള്ള കോളത്തിന്റെ ടോട്ടൽ ചെയ്ത് വെച്ചു. എക്സ് കോളത്തിന്റെ ടോട്ടല്, എക്സ് കോളത്തിന്റെ ടോട്ടലില് സിഗ്മ എക്സ് എന്നും എക്സ് സ്ക്വയർ എന്നുള്ള കോളത്തിന്റെ ടോട്ടലിനെ സിഗ്മ എക്സ് സ്ക്വയർ എന്നും വിളിക്കുന്നു. ഇനി നോക്കൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു ഫോർമുല നോക്കൂ, സ്ക്വയർ റൂട്ട് ഓഫ് 1 by n. 1 2 3 4 5 6 7 8 9 10. n എന്ന് വെച്ചാല് 10 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ സമം നോക്കൂ, മൈനസ് എക്സ് ബാർ. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ബാർ എന്ന് വെച്ചാല് അരിതമെറ്റിക് മീൻ ആണ്. റോ ഡാറ്റയില് അരിതമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. ഈ ഫോർമുലയാണ് ദാ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത് ഈ പ്ലേസില്. നോക്കൂ, സിഗ്മ എക്സ് എന്ന് വെച്ചാല് 1 2 3 4 ഡിവൈഡഡ് ബൈ എൻ എത്ര എണ്ണാണ്? 10 എണ്ണം. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു 123.4 ആയിരിക്കും വരിക. ഇനി നോക്കൂ, അത് ഈ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. 123.4 ആരും കൂടിയുണ്ട്, സ്ക്വയറും കൂടിയുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/10 ഇൻറ്റു ദിസ് നമ്പർ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 15,278.4 മൈനസ് 123.4 ഹോൾ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോ 123.4ന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15,227.56 ആണ്. ഇനി ഇതിൽ നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ റൂട്ട് 50.84. അതിനുശേഷം സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 7.13 ആണ് ആൻസർ. റോ ഡാറ്റ വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഇതാണ്. കേസ് 2, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടൈപ്പില് ഫ്രീക്വൻസി കൂടി ഉണ്ടാവും. എക്സ് വാല്യൂസിന്റെ കൂടെ ഫ്രീക്വൻസി കൂടി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഫോർമുല സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ. എക്സിന്റെ മാത്രമാണ് കേട്ടോ സ്ക്വയർ. എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇനി ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടൈപ്പില് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇനി നോക്കൂ, കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. ഒരു വർഷം പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ചോദ്യം. ഈ ഒരു ചോദ്യം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നോക്കൂ, നമ്പർ ഓഫ് ചിൽഡ്രൻ ഫസ്റ്റ് റോസിലുണ്ട്, നമ്പർ ഓഫ് ഫാമിലി സെക്കൻഡ് റോ. നോക്കൂ, നമ്പർ ഓഫ് ചിൽഡ്രൻസിന്റെ എണ്ണം. ഒരു ചിൽഡ്രൻ ഉള്ള ഫാമിലീസ് ഫ്രീക്വൻസി 7, 2 ചിൽഡ്രൻ ഉള്ള ഫാമിലി 4, 3 ചിൽഡ്രൻ ഉള്ള ഫാമിലി 6. അങ്ങനെ തന്നിട്ടുണ്ട് ഡാറ്റ. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർമുലയിൽ എന്തെല്ലാം വേണം നോക്കുക. എക്സ് സ്ക്വയർ വേണം. അടുത്ത കോളം എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണു. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ 1 into 1. Then second value 2 into 2 4. Third value 3 into 3
9. 4 into 4, 16. 5 into 5, 25. Then, ഇനി വേണ്ടത് എക്സ് സ്ക്വയറിന് എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ്. 7 into 1, 7. 4 into 4, 16. 6 into 9, 54. 2 into 16, 32. 1 into 25, 25. എന്നതിന് ശേഷം ടോട്ടൽ ചെയ്യണു കോളംസ്. ഫ്രീക്വൻസി 20 ആണ്. ടോട്ടൽ എക്സ് സ്ക്വയർ എഫ് ഈ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 134. ഇനി നോക്കൂ, എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ബാർ വേണമെന്നുണ്ടെങ്കിൽ എന്താ ആവശ്യമുണ്ട്? എഫും എക്സും കൂടിയുള്ള മൾട്ടിപ്ലിക്കേഷൻ. നോക്കൂ, അടുത്ത കോളം എക്സ് ഇൻറ്റു എഫ് എന്ന് പറഞ്ഞിട്ട് കൺസ്ട്രക്ട് ചെയ്യും. എക്സ് ഇൻറ്റു എഫ്. അപ്പൊ 1 into 7, 7. 2 into 4, 8. 3 into 6, 18. 4 into 2, 8. 5 into 1, 5. എന്നതിന് ശേഷം ഈ കോളം ടോട്ടൽ ചെയ്യാം. കിട്ടുന്ന വാല്യൂ 46. ഫ്രീക്വൻസിയുടെ ടോട്ടൽ 20. എക്സ് സ്ക്വയർ എഫ് ടോട്ടൽ ചെയ്യുമ്പോൾ 134. എഫ് എക്സ് ഈ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 46. ഇനി വേണ്ടത് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ബാർ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ്. എഫ് എക്സിന്റെ ടോട്ടൽ എത്രയാണ്? 46. എൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആണ് എൻ. അപ്പൊ എത്ര ആളുടെ ഡീറ്റെയിൽസ് ആണ്? 20. 46നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി വേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എഫും എഫ് എക്സ് സ്ക്വയറും ഇത് രണ്ടും സെയിം ആണ്. ഈ കോളത്തിന്റെ ടോട്ടൽ എത്രയാ കിട്ടിയ? 134 ഡിവൈഡഡ് ബൈ എൻ എന്ന് വെച്ചാൽ 20 ആണ്. മൈനസ് എക്സ് ബാർ 46/20 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 134നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ 6.7 മൈനസ് 46/20 ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 5.29. ഇനി 6.7ൽ നിന്ന് 5.29 മൈനസ് ചെയ്യാം. സോ സിഗ്മ ഈക്വൽ ടു റൂട്ട് 1.41 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1.41ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 1.19 ആണ് കിട്ടുക. കേസ് 3 കണ്ടിന്യൂസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് ഡാറ്റ തന്നിരുന്നാൽ ഡിസ്ക്രീറ്റിന് എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്തത് അതേ ഫോർമുല തന്നെയാണ് കണ്ടിന്യൂസിനും അപ്ലൈ ചെയ്യുന്നത്. 2020 ഡിസംബറിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. കണ്ടിന്യൂസ് ടൈപ്പിലുള്ള ഡാറ്റ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന ഡാറ്റ ഇൻക്ലൂസീവ് ആണോ എന്ന് നോക്കണം. ഇൻക്ലൂസീവ് ആണെങ്കിൽ അതിനെ എക്സ്ക്ലൂസീവായി കൺവേർട്ട് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ ആ സ്റ്റെപ്പ് ക്ലിയർ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാനുള്ളത് കണ്ടിന്യൂസ് ഡാറ്റ ആണെങ്കിൽ ഇതിന്റെ മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60 ഇവരുടെ മിഡ് വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടാക്കണോ. 0 to 10ന്റെ മിഡ് വാല്യൂ 5, 10 to 20 മിഡ് വാല്യൂ 15, 20 to 30 25, 30 to 40 35, 40 to 50 45, 55. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ ആണ്. സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറയുന്നത് എക്സ് ബാറും കൂടിയാണ്. ഇനി ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് നോക്കാം. എഫ് എക്സ് സ്ക്വയർ ആണ്. ഇപ്പൊ എഫ് എക്സ് സ്ക്വയർ എന്നുള്ള കോളം ആണ് ഈ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കൂ, എക്സ് സ്ക്വയർ. എക്സിന്റെ ആദ്യത്തെ വാല്യൂ 5, 5ന്റെ സ്ക്വയർ 5 into 5 25 into 2 50. എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 15,
15 സ്ക്വയർ 15 into 15 225 into 5 1125. Next value 25 into 25 625 into 6 3750. അതുപോലെ ബാക്കി എല്ലാ വാല്യൂസിനെയും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി വേണ്ടത് എഫ് എക്സ് ഇൻറ്റു എഫ് 5 into 2 10 15 into 5 75 25 into 6 150 35 into 9 350. ഇതുപോലെ ബാക്കി എല്ലാ വാല്യൂസിൻ്റെയും പ്രോഡക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാ കോളവും ടോട്ടൽ ചെയ്യുക. ഈ കോളത്തിൻ്റെ ടോട്ടൽ 940 വരുന്നുണ്ട്. എഫ് എക്സ് സ്ക്വയർ എന്നുള്ള കോളത്തിൻ്റെ ടോട്ടല് 35,140. ഫ്രീക്വൻസി ഈ കോളത്തിൻ്റെ ടോട്ടൽ വരുന്നത് 30. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുലയിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ. എഫ് എക്സ് സ്ക്വയറിൻ്റെ സമ്മേഷനെയാണ് സിഗ്മ എന്ന് പറയുന്നത്. 35,150 ബൈ എൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. സിഗ്മ എഫ് ആണ് എൻ. ഇപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി 30 മൈനസ് സിഗ്മ എഫ് എക്സ്. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 940 ഡിവൈഡഡ് ബൈ എൻ. ടോട്ടൽ നമ്പർ 30 ഇതിൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 35,150നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1,171.67 മൈനസ് 940നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അന്നേരം കിട്ടുന്ന ആൻസർ 31.33 ദ ഹോൾ സ്ക്വയർ. ഫോർമുലയിൽ ഒരു സ്ക്വയർ റൂട്ടും കൂടെ ബാക്കിയുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു 1,171.67 മൈനസ് 31.3 സ്ക്വയർ 981.5689. 1,171.67ൽ നിന്ന് 981.5689 മൈനസ് ചെയ്താൽ കിട്ടുന്നത് 190.1 സ്ക്വയർ റൂട്ട് ഉണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു 190.1ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 13.79 എന്ന ആൻസർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലെ 1-2 പോയിന്റ്സ് എക്സാമിന് ചോദിക്കാറുള്ള പോയിന്റ്സുകളാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ പിയേഴ്സൺ. തന്നിരിക്കുന്ന ഡാറ്റയിലെ എല്ലാ ഒബ്സർവേഷൻസും ഈക്വൽ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 ആണ്. ഇതേ പോയിന്റ് നേരെ റിവേഴ്സ് ഓർഡറിലും ചോദിക്കാറുണ്ട്. തന്നിരിക്കുന്ന ഡാറ്റയിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 ആണെങ്കിൽ ഒബ്സർവേഷൻസ് ആർ ഡാഷ് എന്ന് ചോദിക്കാറുണ്ട്. സോ ഈക്വൽ എന്ന് എഴുതണം ആൻസർ. ദ മിനിമം വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 0. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ചെറിയ വില എന്ന് പറയുന്നത് 0 ആണ്. ദ നെക്സ്റ്റ് വൺ, ദ സം ഓഫ് സ്ക്വയർ ഡീവിയേഷൻ ഈസ് മിനിമം വെൻ ടേക്കൺ അബൌട്ട് ഡാഷ് എന്ന് ചോദിക്കാറുണ്ട്. മീൻ ആണ് ആൻസർ. ഇനി പറയാനുള്ള പോയിന്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നെവർ ബി നെഗറ്റീവ്. ഒരിക്കലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നെഗറ്റീവ് ആവില്ല. ദ നെക്സ്റ്റ് ഹെഡിങ് വേരിയൻസ്. വേരിയൻസ് എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് R.A. ഫിഷ്. ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ വേരിയൻസ് ആണ് കിട്ടുന്നത്. നോക്കൂ, ഫോർമുല എവിടെയുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് ഇനി നോക്കുന്നത്. അതിൽ ഫസ്റ്റ് സെക്ഷൻ മെറിറ്റ്. ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ് ആൻഡ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തുകൊണ്ട് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് ഫർദർ ഓൾജിബ്രിക് ട്രീറ്റ്മെന്റ്. തുടർ ഗണിത പ്രവർത്തനങ്ങൾ നടത്തുവാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിക്കാറുണ്ട്. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് ലെസ് എഫക്റ്റഡ് ബൈ ദ ഫ്ലക്ച്വേഷൻസ് ഓഫ് സാമ്പിളിംഗ് ദാൻ അതർ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഡിമെറിറ്റ്സ് ആണ്, പോരായ്മകൾ. അതിൽ ആദ്യത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ്. കാൽക്കുലേഷൻ പ്രയാസമുള്ളതാണ്. സെക്കൻഡ് വൺ,
ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഫൈൻഡ് ഇറ്റ് ഇൻ ഓപ്പൺ എൻഡ് ക്ലാസ്സസ്. ഓപ്പൺ എൻഡ് ക്ലാസ് വരുന്ന ഡാറ്റയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ തരുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. If you like the video, please subscribe and press the bell icon.